കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു ദുരന്തമാണ് കഴിഞ്ഞ 4 മാസം മുമ്പ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചത്. ലോകത്ത് തന്നെ ഇതുപോലൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ഇന്ത്യയിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും വലിയ ആഘാതമുണ്ടാക്കിയ ഒരു ദുരന്തം. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ പാടെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നു. കേരള നിയമസഭ ഒന്നാകെ നിയമം പാസാക്കി ആവശ്യപ്പെടുന്നു. എന്നാലിത് കേന്ദ്ര ഗവൺമെൻറ്, ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഉള്ള ഒരു ഗവൺമെൻറ് കേരളത്തെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമായി കാണാൻ കഴിയാത്ത രീതിയിലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പം ആന്ധ്രയിലുണ്ടായി, മഹാരാഷ്ട്രയിലുണ്ടായി, ത്രിപുരയിലുണ്ടായി, അവിടെയൊക്കെ വാരിക്കോരി കോടികൾ കൊടുക്കുന്ന ഒരു സമീപനമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഒരു പക തീർക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കാണുന്നതെന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ പലതവണ ആവശ്യപ്പെടുകയും ഒരു വലിയ നിവേദനം, ഒരു പുതിയ വയനാടിനെ അല്ലെ പുതിയ മുണ്ടക്കൈ ചൂരൽമലയെ പുനർനിർമ്മിക്കാൻ വേണ്ടി ഏതാണ്ട് 1200 കോടിയിൽ പരം വരുന്ന ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി നമ്മൾ കൊടുത്തു, ഒരു പുതിയ നവകേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഭാവമാണ് കേന്ദ്ര ഗവൺമെൻറ്. ഈ വയനാട് ഇന്ത്യയിലല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.